ഏറ്റവും ശക്തരായ രണ്ട് മനുഷ്യർ അടച്ചിട്ട മുറിയിലിരുന്ന് അവർ സംസാരിക്കുന്നത് രാഷ്ട്രീയമോ യുദ്ധമോ സാമ്പത്തിക ശാസ്ത്രമോ ആയിരുന്നില്ല. അവർ സംസാരിച്ചത് മരണത്തെക്കുറിച്ചായിരുന്നു. അല്ല, മരണത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു. ഈ അടുത്ത് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പരസ്പരം ചോദിച്ചത് ഇതാണ്: നമുക്ക് എങ്ങനെ എന്നെന്നും ചെറുപ്പമായിരിക്കാൻ കഴിയും? പുടിൻ ഷിയോട് പറഞ്ഞു, ബയോടെക്നോളജി വളർന്നു, നമുക്ക് അവയവങ്ങൾ മാറ്റിവെക്കാം, 150 വർഷം വരെ ജീവിക്കാം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ തുടക്കമല്ല. ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തർ അമരത്വം നേടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവർ വിജയിച്ചാൽ എന്ത് സംഭവിക്കും? പണവും അധികാരവും ഉള്ളവർക്ക് മാത്രം മരിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ചിന്തിക്കുന്നതിലും ഭയാനകമായിരിക്കും. നമുക്ക് വിശദമായി തന്നെ അറിയാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നവും ഒരുപക്ഷെ ഏറ്റവും വലിയ പേടി സ്വപ്നവുമാകാൻ സാധ്യതയുള്ള ഒന്നിനെ കുറിച്ചാണ്: അമരത്വം, അനന്തമായി ജീവിക്കാനുള്ള ആഗ്രഹം. ഈ ആഗ്രഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഓരോ വർഷങ്ങളായി മനുഷ്യൻ അമൃതത്തിനായി തിരയുകയാണ്. എന്നാൽ ഇന്ന് ആ തിരച്ചിൽ പുരാണങ്ങളിലെ താളുകളിൽ നിന്നോ അമ്പലങ്ങളിലെ പൂജകളിൽ നിന്നോ മാറി സിലിക്കൺ വാലിയിലെ ഹൈടെക് ലാബുകളിലേക്കും ലോക നേതാക്കളുടെ രഹസ്യ സംഭാഷണങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. ദ ഗാർഡിയൻ പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ലോകത്തിലെ കോടീശ്വരന്മാർക്കിടയിൽ മരണത്തെ ഹാക്ക് ചെയ്യുക എന്നത് ഒരു പുതിയ തരംഗമായി മാറിയിരിക്കുന്നു എന്ന്. ആമസോണിന്റെ ജെഫ് ബെസോസ് മുതൽ പേപാൽ സ്ഥാപകൻ പീറ്റർ യീൽ വരെ കോടിക്കണക്കിന് നിലകളാണ് വാർദ്ധക്യത്തെ തടയുന്ന ഗവേഷണങ്ങൾക്കായി ചിലവഴിക്കുന്നത്. അവർ സ്വപ്നം കാണുന്നത് 100 150 വർഷം ജീവിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു ദിവസം തങ്ങളുടെ തലച്ചോറിലെ വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ചേർന്ന് വേദനകളോ രോഗങ്ങളോ ഇല്ലാത്ത ഒരു ഡിജിറ്റൽ ലോകത്ത് എന്നെന്നും ജീവിക്കുന്നതിനെ കുറിച്ചാണ്. അവർ അതിനെ പോസ്റ്റ് ഹ്യൂമൻ അഥവാ മാനവാനന്തര കാലഘട്ടം എന്ന് വിളിക്കുന്നു. എന്നാൽ പുടിനെയും ഷീ ജിൻപിങ്ങിനെയും പോലുള്ളവർ ഡിജിറ്റൽ ലോകത്തല്ല, ഈ ഭൗതിക ലോകത്ത് തന്നെ എന്നെന്നും യൗവനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായി അവർ ആശ്രയിക്കുന്നത് ചികിത്സാ രീതികളെയാണ്. ഇവിടെയാണ് ലൈഫ് സ്പാൻ അഥവാ ആയുർദൈർഘ്യം, ഹെൽത്ത് സ്പാൻ ആരോഗ്യദൈർഘ്യം എന്നീ രണ്ട് വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. എന്താണ് ഹെൽത്ത് സ്പാൻ? നിങ്ങൾ 120 വർഷം ജീവിച്ചു എന്ന് കരുതുക. പക്ഷെ അവസാന 40 വർഷം ഓർമ്മ നശിച്ച് രോഗങ്ങൾ കൊണ്ട് ശരീരം തളർന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഹെൽത്ത് സ്പാൻ എന്നാൽ നിങ്ങൾ എത്ര കാലം ആരോഗ്യത്തോടെ സജീവമായി ജീവിക്കുന്നു എന്നതാണ്. വാർദ്ധക്യത്തെ ഒരു രോഗമായി കണ്ട് അതിനെ ചികിത്സിക്കുക എന്നതാണ് ഈ രംഗത്തെ ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. 20 വയസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ പ്രവർത്തനത്തോടെ 80-ാം വയസ്സിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എന്നാൽ ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ യാത്ര വളരെ വിചിത്രവും പലപ്പോഴും ഭയാനകവുമാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. 1889 ചാൾസ് എഡ്വേർഡ് ബ്രൗൺ സെക്വേർഡ് എന്ന പ്രശസ്തനായ ഒരു ഫിസിയോളജിസ്റ്റ് തന്റെ 72-ാം വയസ്സിൽ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് പരിഭ്രാന്തനായി. തനിക്ക് നഷ്ടപ്പെട്ട ലൈംഗിക ശേഷിയും യൗവനവും വീണ്ടെടുക്കാൻ അദ്ദേഹം ഒരു വിചിത്രമായ പരീക്ഷണം നടത്തി. ഒരു നായയുടെയും ഗിരിപ്പന്നിയുടെയും വൃഷണങ്ങളിൽ നിന്നെടുത്ത രക്തവും ശുക്ലവും മറ്റ് ശ്രവങ്ങളും ചേർന്നൊരു മിശ്രിതം സ്വന്തം കൈകളിൽ കുത്തിവെച്ചു. അതിനുശേഷം ശാസ്ത്രജ്ഞരുടെ ഒരു സദസ്സിന് മുമ്പിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, എനിക്ക് എന്റെ യൗവനം തിരികെ ലഭിച്ചിരിക്കുന്നു എന്ന്. ഇത് വലിയ വാർത്തയായി. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന സെർജ് സാമുവൽ വെറോനോഫ് ഗുരുവിനേക്കാൾ ഒരുപടി കൂടി കടന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണം. അവൻ വിശ്വസിച്ചത് ശരീരത്തിലെ അവയവം മറ്റൊരാളിലേക്ക് മാറ്റിവെച്ചാൽ യൗവനം നിലനിർത്താമെന്നായിരുന്നു. അതിനായി അദ്ദേഹം ചെയ്തത് എന്താണെന്നോ, കുരങ്ങന്മാരുടെ വൃഷണങ്ങളുടെ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് പ്രായമായ മനുഷ്യരുടെ വൃഷണ സഞ്ചിയിലേക്ക് തുന്നിച്ചേർത്തു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ 1920-കളിൽ ഇതൊരു തരംഗമായിരുന്നു. ലണ്ടനിലെ ഇന്റർനാഷണൽ ഓഫ് സർജൻസിൽ വെച്ച് തന്റെ ശസ്ത്രക്രിയ വൻ വിജയമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അടുത്ത 20 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള 45-ലധികം സർജന്മാർ 2000-ലധികം ആളുകളിൽ ഈ കുരങ്ങൻ ഗ്രന്ഥി ശസ്ത്രക്രിയ നടത്തി. ഫ്രാൻസിൽ മാത്രം 500 പേർ ഇത് ചെയ്തു. മനുഷ്യന്റെ ആയുസ് 140 വർഷം വരെ നീട്ടാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിലെല്ലാം ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിഞ്ഞു. ഇതൊരു പ്ലാസിബോ ഇഫക്റ്റ്, അതായത് ചികിത്സ ഫലിക്കുന്നുണ്ടെന്ന രോഗിയുടെ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന ഒരു താൽക്കാലിക മാറ്റം മാത്രമായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ പഴയ കെട്ടുകഥകൾ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതേ ആശയം പുതിയ കുപ്പിയിലാക്കി ഇന്ന് സിലിക്കൺ വാലിയിൽ കോടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. 2016-ൽ ജെസി കമേഴ്സൺ എന്ന സ്റ്റാൻഫോർഡ് ബിരുദധാരി ഒരു പുതിയ സംരംഭം തുടങ്ങി. ചെറുപ്പക്കാരുടെ രക്തം പ്രായമായവരിലേക്ക് കുത്തിവെച്ചാൽ വാർദ്ധക്യത്തെ തടയാമെന്നായിരുന്നു അയാളുടെ വാഗ്ദാനം. എലികളിൽ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം മനുഷ്യരിൽ ഇതേ പരീക്ഷണം നടത്താൻ തുടങ്ങി. ചെറുപ്പക്കാരുടെ രക്തത്തിന് പകരമായി പ്രായമായവർ വൻ തുക തയ്യാറായി. 2019 ആയപ്പോഴേക്കും അമേരിക്കയിൽ ഇത്തരം 5 ക്ലിനിക്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിന്റെ ഫലങ്ങളെ കുറിച്ച് വ്യക്തമായൊരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പഴയ ബ്രൗൺ സെക്വേർഡിന്റെയും വെറോനോഫിന്റെയും പ്രേതങ്ങൾ പുതിയ രൂപത്തിൽ വീണ്ടും അവതരിക്കുക
മാറുകയാണോ എന്നാണ് ശാസ്ത്രലോകം സംശയിച്ചത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഒരു നിമിഷത്തേക്ക് സങ്കല്പിക്കുക, ഈ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചു. പണമുള്ളവർക്ക് 150ഉം 200ഉം വർഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തി. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഒന്നാമതായി സാമൂഹികമായ അസമത്വം. ഇന്ന് പണവും ദാരിദ്ര്യവും തമ്മിലുള്ള അന്തരം അവസരങ്ങളിലും ജീവിത നിലവാരത്തിലുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നാളെ അത് ജീവിതത്തിലും മരണത്തിലും വരെ ആയിരിക്കും. ഒരു വിഭാഗം ആളുകൾ ലോകത്തിലെ ഒരു നൂറ്റാണ്ട് വരുന്ന അതിസമ്പന്നർ. സാധാരണക്കാരായി നമ്മളെല്ലാം 70ഓ 80ഓ വർഷം ജീവിച്ച് മണ്ണോട് ചേരും. അവർ അമർത്യരായ എലൈറ്റുകളും നമ്മൾ മർത്യരായ സാധാരണക്കാരുമായി മാറും. രണ്ടാമതായി അധികാരത്തിന്റെ കേന്ദ്രീകരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്ലാഡിമിർ പുടിനോ ഷീ ജിൻപിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതിക്കോ 150 വർഷം ജീവിക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ അധികാരം ഒരിക്കലും അവസാനിക്കില്ല. പുതിയ ചിന്തകൾക്കോ പുതിയ തലമുറയ്ക്കോ ജനാധിപത്യപരമായ മാറ്റങ്ങൾക്കോ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ലോകം ഉടലെടുക്കും. ചരിത്രം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികൾ നൂറ്റാണ്ടുകളോളം ലോകം ഭരിക്കും. നൂറ്റാണ്ടുകളായി ഒരേ ആളുകൾ, ഒരേ ചിന്തകൾ, ഒരു മാറ്റവുമില്ലാത്ത ലോകം. അതൊരു നരകമായിരിക്കില്ലേ? മൂന്നാമതായി ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾ. ആളുകൾ മരിക്കാതെ വന്നാൽ ഭൂമിയിൽ സ്ഥലം ഉണ്ടാകുമോ? വിഭവങ്ങൾ തികയോ? പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ ഇനി അവസരം ലഭിക്കുമോ? ഒരുപക്ഷെ കുട്ടികൾ ജനിക്കുന്നത് നിയന്ത്രിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം പോലും ലേലം ചെയ്യപ്പെടുന്ന ഒരു കാലം വരും. നാലാമത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, അത്രയും കാലം ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം മരിക്കുന്നത് കണ്ട് നൂറ്റാണ്ടുകളോളം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഓർമ്മകൾ ഒരു ഭാരമായി മാറുന്ന ഒരു കാലം. മറവി രോഗം പോലുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ പിന്നെ അനന്തമായി ജീവിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? വാർദ്ധക്യത്തെ ഒരു രോഗമായി കണ്ട് അതിനെ ചികിത്സിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നല്ലതാണ്. മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതം വർദ്ധിപ്പിക്കുന്നത് മാനവരാശിയുടെ പുരോഗതിയുടെ ലക്ഷണമാണ്. എന്നാൽ അതിന്റെ ലക്ഷ്യം കുറച്ച് ആളുകൾക്ക് അനന്തമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നതിലേക്ക് ആകുമ്പോൾ അതൊരു പാതയിലേക്ക് നമ്മളെ നയിക്കും. ശാസ്ത്രം എങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചില ധാർമ്മിക ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? മരണത്തെ കീഴടക്കുക എന്ന മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു കെണിയായി മാറുമോ? ലോക നേതാക്കൾ അമരത്വത്തിനായി കോടികൾ എറിയുമ്പോൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ ചികിത്സ കിട്ടാതെ മരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്ന സത്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അടുത്ത തവണ അമരത്വത്തെക്കുറിച്ചോ എന്നും യൗവനത്തോടെ ഇരിക്കുന്നതിനെ കുറിച്ചോ കേൾക്കുമ്പോൾ ആ സ്വപ്നത്തിന്റെ മറുവശം കൂടി നമ്മൾ ഓർമ്മിക്കണം. ഒരുപക്ഷെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത് അതിനൊരു അവസാനമുണ്ട് എന്ന തിരിച്ചറിവായിരിക്കാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പണമുണ്ടെങ്കിൽ നിങ്ങൾ നൂറ്റാണ്ടുകളോളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സാങ്കേതിക വിദ്യ ലോകത്തിന് അനുഗ്രഹമാണോ ശാപമാണോ? തീർച്ചയായും നിങ്ങളുടെ ചിന്തകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.